ഇല്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. അത് കടുത്ത തീരുമാനം തന്നെയാണ്. അതിനൊരു മാറ്റവും ഉണ്ടാകത്തില്ല. പബ്ലിക്കായിട്ടാണ് ഞാൻ പറയണത്. സൂചേട്ടന് എന്താ പറയാ, ആളുടെ ടോട്ടലി ഒരു പ്രസൻസ് ഇല്ലാത്ത ആ വീട് എന്തായാലും ശൂന്യത തന്നെയാണ്. എപ്പോഴും ഒരു എംപ്റ്റി ആയിട്ട് കിടക്കും ആളുടെ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല. പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ വേറെ കല്യാണം കഴിക്കില്ല എന്ന്. ഞങ്ങളുടെ മക്കളായിട്ട് തന്നെ ജീവിക്കുക. നിങ്ങളുടെ ജീവിതം ഇപ്പം മുന്നോട്ട് പോകുന്നു. കുടുംബത്തിലെ പല വിശേഷങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. സഹപ്രവർത്തകരെ വ്ളോഗിൽ കൂടെ ഒക്കെ അറിയുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രമൊക്കെ കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ചേച്ചിക്ക് ഒരു ജോലിയില്ല, കുടുംബം കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടിയാണെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സുധിച്ചേട്ടന്റെ സ്വപ്നമായ വീട് അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അതിന്റെ വീടിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കാറായി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും? ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? വീടിനെ പറ്റി പറയാൻ എന്താ പറയാ, സൂചിച്ചേട്ടൻ്റെ സ്വപ്നം തന്നെയാണ് പൂവണിയുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് അത് കാണുമ്പം. വീടിന്റെ വയറിങ് നടക്കുന്നു. ഒരു ലക്ഷ്മി നക്ഷത്രം വന്ന, അതായത് ചിന്നു വന്ന വ്ളോഗിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അത് വീടിന്റെ പണിയും കാര്യങ്ങളും എത്രത്തോളം ആയെന്ന്. അതുപോലെ 24ന്റെ സംസ്ഥാന സമ്മേളനത്തിനും വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം പണിയായെന്ന്. ഒരു 4 മാസത്തിനകം എന്തായാലും അവരത് പൂർത്തീകരിച്ച് തരുമെന്നാണ് KSDC ഒക്കെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ വീട് പോയി കണ്ടപ്പോ എന്താ തോന്നിയത്? ആദ്യമായിട്ട് ഞാൻ പോയി കാണുന്നത്. ഉള്ളിലൊക്കെ കേറി കണ്ടായിരുന്നു. അപ്പൊ ചേച്ചി എന്താ പറയാനുള്ള, വീട് കണ്ടപ്പോ എന്താ തോന്നിയത്? സന്തോഷം തോന്നി. പക്ഷെ എങ്കിലും സൂചേട്ടന് എന്താ പറയാ, ആളുടെ ഒരു ടോട്ടലി ഒരു പ്രസൻസ് ഇല്ലാത്ത ആ വീട് എന്തായാലും ശൂന്യത തന്നെയാണ്. എപ്പോഴും ഒരു എംപ്റ്റി ആയിട്ട് കിടക്കും ആളുടെ. പിന്നെ ആത്മാവെന്ന് പറയുന്ന ആ ഒരു സത്യം ഉണ്ടെങ്കിൽ ആളുടെ ആത്മാവിന് അന്ന് മോക്ഷം കിട്ടും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വീട് പൂർത്തീകരിച്ച് നമ്മുടെ കയ്യിലോട്ട് തരുമ്പോഴായിരിക്കും അദ്ദേഹം എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം കിട്ടുക എന്ന ഒരു വിശ്വാസം. ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അല്ലേ? തീർച്ചയായിട്ടും കാത്തിരിപ്പാണ്. എന്താ പറയുന്നേ? ഫ്രണ്ട്സ് സുഖമാണോന്ന് ചോദിച്ചു. ഉറക്കെ പറ, അങ്ങോട്ട് നോക്കി പറ. ഫ്രണ്ട്സ് ഹാപ്പിയാന്ന് പറ. അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ? അച്ഛനെ എവിടെ പ്രോഗ്രാമിന് പോയേക്കാണോ? ആണോ? എന്നാ ഇനി വരുന്നേ? സുധിയച്ച എന്ത് ചെയ്യാന്നാ ചോദിക്കുന്നേ? ഇപ്പൊ എത്രാം ക്ലാസ്സിൽ മോൻ പഠിക്കുന്നത്? LKG. നന്നായിട്ട് കുഴപ്പമില്ല, ഇഷ്ടമാണ് സ്കൂളിൽ പോവാൻ. ചേച്ചി, സുധിച്ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞു, ചില മാസങ്ങൾ കഴിഞ്ഞ് ചിലതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. ഇപ്പോഴത്തെ ഇവരുടെ ഈ കണ്ണുനീരൊക്കെ മാറും, കൊല്ലം സുധിയുടെ ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ച് പോവും, ആ മൂത്ത കുട്ടി അനാഥമാവും, ഇത്തരത്തിലൊക്കെ പല രീതിയിലുള്ള ഒരു ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കേട്ടതുവാ. ഞാൻ 1 വർഷമാവുന്നതിന് മുന്നേ വേറെ കെട്ടും, കിച്ചുവിനെ, ഋതുവിനെ അല്ല കിച്ചുവിനെ അടിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നെഗറ്റീവ് കേട്ടതാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല. എൻ്റെ ലൈഫിൽ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫ് എന്ന രീതിയിലല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെയാണ് എൻ്റെ ലൈഫ് ലോങ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഉറച്ച തീരുമാനമാണ്. എനിക്ക് കാരണങ്ങൾ പലതുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. അത് എൻ്റെ ഉള്ളിൽ കിടക്കട്ടെ. എന്തായാലും എൻ്റെ മരണം വരെ ഞാൻ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെ ജീവിക്കാനാണ് തീരുമാനം. കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇനിയൊരു ജീവിതമുണ്ട്, ചെറുപ്പമാണ്, അത്തരത്തിൽ? കുടുംബത്തിലുള്ളവർ പറയത്തില്ല. കാരണം പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ വേറെ കല്യാണം കഴിക്കില്ല എന്ന്. കാരണം സുധിച്ചേട്ടനെ പോലെ വേറെ ആരും ആവില്ല. അത് ഒന്നാമത്തെ കാരണം. രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളായിട്ട് തന്നെ, സുധിച്ചേട്ടനെ എൻ്റെ മക്കളായിട്ട് തന്നെ ഇരിക്കുന്ന 2 പേരും. ഇനി വേറൊരാൾ വന്നാൽ ഒരിക്കലും അവരെ അങ്ങനെ ഒരിക്കലും കാണില്ല. ആ ഒരു ഇതെന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒന്നാമത്തെ തീരുമാനം, ഈ കടുത്ത തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം എൻ്റെ മക്കള് 2 പേരും, സുധിച്ചേട്ടൻ്റെ മക്കള്, ഞങ്ങളുടെ മക്കളായിട്ട് തന്നെ ജീവിക്കുക. അപ്പം ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. പിന്നെ എന്നെ അടുത്തറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, കൂട്ടുകാരൊക്കെ ആണെങ്കിലും, അവര് പറഞ്ഞു തരും നീ ചെറുപ്പമാണ്, ഇപ്പം വേണ്ട രേണു, മുന്നോട്ട്
കല്യാണത്തെ പറ്റി ചിന്തിക്കണം, നല്ല ആലോചന വന്നാൽ കല്യാണം കഴിക്കണം. ഇപ്പോഴും പറഞ്ഞു തരുന്നവരുണ്ട്, ഇന്നും കൂടെ പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പം അതിനോടൊന്നും ഞാൻ കൂടുതലും ഒന്നും പ്രതികരിക്കാറില്ല, ചിരിച്ചങ്ങ് മാറും, അത്രേ ഉള്ളൂ. ഇല്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. അത് കടുത്ത തീരുമാനം തന്നെയാണ്, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. പബ്ലിക്കായിട്ടാണ് ഞാൻ പറയണത്.